നമസ്തേ. ആ ഈ കസ്റ്റമർ കെയർ അല്ലേ? ഈ ഇതിലേ നമ്മളെ ഈ വിളിക്കുമ്പോൾ പാട്ടാക്കാനുള്ള ഒരു സൗകര്യം ഉണ്ടോ? അല്ല, മറ്റൊരു വിളിക്കുമ്പോൾ അവർക്ക് പാട്ട് കേൾക്കാൻ ഒരു കൂട്ടം സൗകര്യം എന്തെങ്കിലുണ്ടെന്ന് പറയണ്ടായി. അപ്പൊ അത് ആവണമെങ്കിൽ ഇപ്പൊ അതിലില്ലല്ലോ. ഒന്നും കൂടി ഒന്ന് വിശദമായി പറയും, കേൾക്കാനില്ല. പാട്ട് ആക്ടിവേറ്റ് ചെയ്യാൻ ഒരു മെസ്സേജ് അയക്കണം. മെസ്സേജ് അയച്ചാലാണ് നിങ്ങൾക്ക് പാട്ട് കിട്ടുക കേട്ടോ. ശരി. അപ്പൊ എങ്ങനെയാണെന്ന് നോട്ട് ചെയ്തോളൂ. അതെങ്ങനെയാ ഈ അത് അയക്കുക ചോദ്യം? അതാണ് പറയുന്നത്. നോട്ട് ചെയ്തോളൂ കേട്ടോ. നോട്ട് ചെയ്തോളൂ. ഒരു മിനിറ്റ്. കുട്ടി ആ പെയിന്റിങ് എടുക്ക, ഒരു കടലാസം, ഒരു എഴുതാണ്ട് മിണ്ടാണ്ടിരിക്കുക കുട്ട. മുത്തശ്ശേരിട്ടം പറയാട്ടോ. പറയൂ. BT വലിയ അക്ഷരം. BT. ഒരു സിംഗിൾ സ്പേസ് വിടുക. എന്നിട്ട് ACT എന്ന് ടൈപ്പ് ചെയ്യാം. അതും ഈ വലിയ അക്ഷരം തന്നെ. അതെ, വലിയ അക്ഷരത്തിൽ. ACT. ഇത് 56700. 5675670. മെസ്സേജ് അയക്കുക. അത് ഈ 56700 ഇങ്ങനെ അടിക്കണോ? അടിക്കണ്ട, ഇതിലോട്ട് മെസ്സേജ് അയക്കേണ്ട നമ്പറാണ് കേട്ടോ. മെസ്സേജ് SMS. അയച്ചു കഴിയുമ്പോ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിൽ BSNL ടോൺ കേൾക്കാം. അതിനുശേഷം അതെന്താ BSNL ടോൺ? എന്താ BSNL ടോൺ? അതൊരു ടോൺ കേട്ടോളൂ നിങ്ങളുടെ മൊബൈലിൽ. അതെങ്ങനെ അറിയാ അതാണോന്ന്? അത് ഇപ്പൊ മൊബൈലിൽ റിംഗ് അല്ലേ ഉള്ളേ? ഇപ്പൊ റിംഗ് ആണുള്ളത്. അതിന്റെ പകരം ഒരു ടോൺ കിട്ടും BSNL കേട്ടോ. അതിനുശേഷം നിങ്ങൾ BT എന്ന് ടൈപ്പ് ചെയ്യാം. BT ഇതന്നെ. അതെ. സിംഗിൾ സ്പേസ് ഇടുക. എന്നിട്ട് നിങ്ങൾക്ക് ഏത് പാട്ടാണ് വേണ്ടത് ആ പാട്ടിന് കോഡ് കൊടുക്കുക. അല്ല, ഈ പാട്ട് ഇപ്പൊ എനിക്ക് പക്ഷേ പാട്ട് ഇപ്പൊ കഥകളിപ്പത് അതൊന്നും ഇവിടെ കിട്ടില്ലല്ലോ. അതെ, നിങ്ങൾ ഇവിടെ ചോദിച്ചാൽ ഞാൻ പറഞ്ഞു തരുന്നതാണ്. അത് ചോദിച്ചപ്പോ ഈ BT അടിക്കണതിന് മുമ്പ് ചോദിക്കാൻ പറ്റുമോ? അതെ, നിങ്ങൾ ഇപ്പൊ ഏത് പാട്ടാണ് വേണ്ടതെന്ന് പറയാം, കോഡ് പറഞ്ഞുതരാം. അതെ, നമുക്ക് ഈ കർണാട്ടിക് മ്യൂസിക് ഒന്നും ഉണ്ടാവില്ലല്ലോ. കർണാടക സംഗീതത്തിന്റെ ഒക്കെ ഉണ്ടാവുമോ? കഥകളിപ്പദം, കർണാടക സംഗീതം, അഷ്ടപതി. സിനിമ പാട്ടുകൾ മാത്രമേ ഉള്ളൂ കേട്ടോ. സിനിമ പാട്ട് മാത്രമേ ഉള്ളൂ. സിനിമയുടെ പിന്നെ 567 വിളിച്ചിട്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. 567 വിളിച്ചിട്ട് 56700 ഈ നമ്പറിലോട്ട് വിളിച്ചിട്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഇത് ഒരു മിനിറ്റിന് 4 രൂപ വെച്ച് ചാർജ് ആവുന്നതാണ് കേട്ടോ. കാശ് കുറച്ച് പോണ കാര്യമാണല്ലേ. മറ്റേ ഇന്ന പാട്ട് എന്നാണ് പറഞ്ഞാൽ അത് വെച്ച് തരുമോ? അതെ, നിങ്ങൾക്ക് ഏത് പാട്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അല്ല, സിനിമാ പാട്ടാണെങ്കിൽ സിനിമയിലുണ്ടല്ലോ നല്ല നല്ല ഭക്തിഗാനങ്ങളൊക്കെ, അത് വല്ലതും പറഞ്ഞാൽ കിട്ടുമോ? ഏത് ഭക്തിഗാനം? ഏതാണ്? ക്രിസ്തീയ ഭക്തിഗാനാണോ? ക്രിസ്തീയല്ല, ഞങ്ങള് നമ്പൂരാനാണേ. അതെ. നമ്പൂരാർക്ക് പറ്റുന്ന ജാതി എന്തെങ്കിലും. സ്വാമി അയ്യപ്പനിലത്തെയോ അങ്ങനെയാണല്ലോ. തേടി വരും കണ്ണുകളിൽ, ഇങ്ങനത്തെ പാട്ടുകളൊക്കെ ഉണ്ടല്ലോ, പഴയ നല്ല നല്ല പാട്ടുകളെ. ദക്ഷിണാമൂർത്തി സാറിന്റെ ഒക്കെ കേമായിട്ടുള്ള പാട്ടുണ്ടല്ലോ, അങ്ങനെ ഒരു പാട്ട്. ദേവി തീർത്ഥം എന്ന പാട്ടുണ്ട്. പിന്നെ കൃഷ്ണ കീർത്തനത്തിലുണ്ട്. അയ്യപ്പ ഭക്തി ഗാനങ്ങളുണ്ട്. പിന്നെ കൃഷ്ണ അമ്പളി ഗൗരിപദ എന്നുള്ളൊരു പാട്ടുണ്ട്. ഏതാ? അത് ഞാൻ കുട്ടികളോടും ചോദിക്കണം. എന്നിട്ട് എന്താ പറയൂ? ഇതിലാണ് അതാണ് പറഞ്ഞാ പോരെ? അതെ, ഇവിടെ പറഞ്ഞാ മതി കേട്ടോ. ഞാനത് കുട്ടികളോട് കൂടി ഒന്ന് ചോദിക്കട്ടെ. അത്ര കണ്ടാ പറഞ്ഞപ്പോളേ. ഇതിന് കാശ് എങ്ങനെയാ ചെലവാവുക? ഇത് കാശ് എല്ലാ മാസവും 32 രൂപയാണ്. 32 ഉറുപ്പ്യ ഉണ്ട് അല്ലേ? ശാന്തിക്കാരാണേ. അതുകൊണ്ട് പക്ഷി കാശ് പോകുന്ന അറിയാൻ വേണ്ടി ചോദിക്കുക. 32 ഉറുപ്പ്യാവും. അതെ. എന്താ സാറിന്റെ പേര്? ബ്രിജോ. ഇത് എവിടെയാ? നിങ്ങൾ എവിടുന്നായി സംസാരിക്കണേ? ഇത് BSNLന്റെ ഏതാ ഓഫീസാ? അപ്പൊ ബാംഗ്ലൂരൊക്കെ മലയാളം പറയാ. നിങ്ങൾ മലയാളം പറയാൻ വേണ്ടിട്ടാവൂല്ലേ? ഇവിടുന്ന് അവിടെ കൊണ്ടുപോയതാവും. അതെ, ശരി. സന്തോഷായി ബ്രിജോ. അപ്പൊ ഞാൻ ഒക്കെ ചോദിച്ചിട്ടാ, കുട്ടികളോട് ചോദിച്ചിട്ട് വിളിക്കാം. അപ്പൊ എത്ര മണി വരെ ബ്രിജോ അവിടെ ഉണ്ടാവും? അല്ല, ബ്രിജോ എത്ര നേരണ്ടാവും? അല്ലെ ചോടെ ചിലരെ വിളിച്ചത്രയൊന്നും ഭംഗിയായിട്ട് പറഞ്ഞു തരാറില്ലേ? ബ്രിജു അങ്ങനെയല്ല, സമ്പ്രദായം പോലെയൊക്കെ പറഞ്ഞു തന്നോണ്ട് ഇനി വിളിക്കുമ്പോ ബ്രിജു തന്നെ വിളിക്കാലോ.
വേറെ ആൾക്കാർക്കാണ് കിട്ടുക കേട്ടോ. അതാ ചോദിച്ചാ ഇങ്ങനെ ബ്രിഡ്ജ് ഉണ്ടോ ചോദിച്ചാൽ തരില്ലേ? ആ എന്നാ ഒന്ന് ചെയ്തു തരണേ. എനിക്ക് സന്തോഷമായി തന്നെ കൊണ്ടേ. നന്നായി വരും കുട്ടനെ കേട്ടാ. ആ വേറെ എന്തെങ്കിലും ഇൻഫർമേഷൻ അറിയാനുണ്ടോ? ഹലോ